ഇന്ന് ലീവായതുകൊണ്ട് രാവിലെ തന്നെ അമ്പലത്തിൽ പോയിട്ടാണ് ഇന്നത്തെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അമ്പലത്തിൽ പോയി വന്ന് വേഗം ദോശയും ചായയും മീൻ വറുത്തതും മീൻ കറിയും ചോറൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, ഞാനും ശരിയും കൂടിയിട്ട് ഒരു ഔട്ടിംഗ് ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പോകാമല്ലോ എന്ന് കരുതി ആ തത്രപ്പാടാണ് അപ്പോൾ കണ്ടത് കേട്ടോ. പിന്നെ ഇന്ന് ഞാനും ശരി മാത്രമല്ല, കൂടുതൽ ഇയാളുണ്ട്. ഇത് ശരുവിൻ്റെ മോനാണ് ധുവി. ഞങ്ങൾ ഇനി മൂവർ സംഘം കൂടി പോകുന്നത് ഒരു സിനിമയ്ക്കാണ് കേട്ടോ. സിനിമ ഏതാണെന്ന് ഇപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കുറേ ഒരു സിനിമയ്ക്ക് പോകണമെന്ന് ഞങ്ങളിങ്ങനെ പ്രീ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട്, പക്ഷെ നടക്കാറില്ല. വാഴ കാണണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ രണ്ടുപേരെയും സമയം ഒത്തു വന്നപ്പോഴേക്കും വാഴ തിയേറ്ററിൽ നിന്ന് മാറിപ്പോയി. പിന്നെ മോഹിനിയാട്ടത്തിന് പോകാമെന്ന് കരുതി അങ്ങനെ മോഹിനിയാട്ടത്തിന് ബുക്ക് ചെയ്തു. 11:15 ഷോയ്ക്കാണ് ബുക്ക് ചെയ്തത്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം 11 മണിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വന്ന പാടെ ദൂവിക്കൊന്നും കഴിക്കാനൊന്നും മേടിക്കാൻ പറ്റിയില്ല. ദൂവിക്ക് മാത്രമല്ല ഞങ്ങൾക്കും. അതുകൊണ്ട് ഞങ്ങൾ ഇൻ്റർവെൽ ടൈമിൽ ഇറങ്ങി ഓടുന്നത് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞങ്ങൾ 2 ഐസ്ക്രീം മേടിച്ചു, ദൂവി ഒരു ഐസ്ക്രീം മേടിച്ചു. അങ്ങനെയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് അവരമ്മയും മോനും പോയിട്ടോ. ഇനി ഞാൻ പോകുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നാട്ടരങ്ങിൻ്റെ പരിപാടിയാണ് ഈ ഞായറാഴ്ച. അപ്പോൾ ഞങ്ങളുടെ വക തിരുവാതിരയും ഗുജറാത്തി ഡാൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് സെക്ഷനിലേക്കാണ് ഈ പോകുന്നത്. ഞാനവിടെ എത്തിയപ്പോഴേക്ക് ഏകദേശം പ്രാക്ടീസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ മെഗാ തിരുവാതിരയാണെങ്കിലും ഞങ്ങൾ എല്ലാവരും കൂടി നിന്ന് കളിച്ച് നോക്കിയിട്ടേ ഇല്ല. ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് സെക്ഷൻ ആയിരിക്കും ഓരോ ദിവസം ഉണ്ടാവാറുള്ളത്. എല്ലാവരും കൂടി ഇനി ഡാൻസ് കളിക്കുന്നത് നാട്ടരങ്ങിൻ്റെ പരിപാടിയുടെ അന്നായിരിക്കും. പ്രാക്ടീസ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ശരു ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. അവളിനി ഹസ്ബൻഡ് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ യാത്ര പറയാൻ വേണ്ടി വന്നതാണ്. കുറച്ച് ദിവസമാണെങ്കിൽ അവൾ വന്ന് നിന്ന് പോകുമ്പോൾ ഭയങ്കര വിഷമമാണ്, എപ്പോഴും ഇങ്ങനെ ഒരുമിച്ച് നിന്നുണ്ടായിട്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം. ഓക്കെ, ബൈ.